ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചീരുവിന്റെ മുന്നിൽ വെച്ച് വിനയം പറയണം, അമ്മ ചീരു ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേറെ ജോലി നോക്കാത്തത്. അത് പറയുമ്പോൾ തന്നെ വിനയന്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട് കേട്ടാ. അങ്ങനെ ഇത് പറഞ്ഞ ഉടനെ ചീരു ഇങ്ങനെ നോക്കുന്നുണ്ട് ലതികയും ലംബോദരനും. ഇവന് അത് വെച്ച് മുതലെടുക്കുക എന്ന് അവർക്കറിയാം. പക്ഷെ ചീരു പഴയതുപോലെ തന്നെ തന്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുന്നത് പോലെയാണ് ചീരു കാണിക്കുന്നത്. പക്ഷെ ചീരുവിന്റെ മുഖത്തും ഒരു കള്ളലക്ഷണമുണ്ട് കേട്ടോ. അങ്ങനെ ചീരു പറയാണ്, കന്യാശ്ശേരി മനയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതെന്തായാലും കിട്ടും. അത് കിട്ടിയതിന് ശേഷം അത് ഈ പറയുന്ന വിനയേട്ടൻ വേറൊരു ജോലിക്ക് നിൽക്കല് ഞാനാണ് അമ്മയെ പറഞ്ഞത്. എന്തായാലും ആ പ്രതീക്ഷ കൈവരില്ല, അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നും പറയട്ടോ. എന്തായാലും രഘുവേട്ടനെ അച്ഛൻ ജോലി ഇല്ലാത്തതിനെ മാനിക്കുന്നത് പോലെ എന്നെയും അച്ഛൻ എൻ്റെ വിനയേട്ടനെയും അച്ഛൻ ശരിയാക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയട്ടെ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ലതികക്കും ലംബോദരനും അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ചീരു ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോൾ അങ്ങ് തന്നേക്ക് ഞാൻ കൊണ്ടുവച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണ പ്ലേറ്റുമായിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം വിനയന്റെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. ഒരുതരം ഒരു സൈക്കോ സ്വഭാവം തന്നെ വിനയന്റെ മുഖത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. രാമനാഥനും ശബരിയും ധനനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്നുണ്ട്. ആ സമയം രാമനാഥൻ പറയണേ, എന്തായാലും നീ പോവാതിരുന്നത് നന്നായി. അനന്തമാഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരാളുടെ പത്രത്തിൽ കൈയിടുന്ന സ്വഭാവമില്ല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ട്. ഭാര്യ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ സ്വത്ത് മുതലൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന നീ പോവാതിരുന്നത് നല്ലത് എന്ന് പറയട്ടോ. അപ്പോ ശബരി പറയണേ, ഞാൻ മനഃപൂർവ്വം പോവാതിരുന്നതാണ്, കാരണം അച്ഛൻ ഞങ്ങൾക്ക് 20 ലക്ഷം രൂപ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഈ ഒരു കന്യാശ്ശേരി മനയിലെ അവകാശം ചോദിക്കാൻ പോലും അതൊന്നും ഒരു ശരിയായ ഏർപ്പാടല്ലെങ്കിലും അത് കേസുമായി മുന്നോട്ട് പോകണം തന്നെയാണ് എന്റെയും താല്പര്യം. പക്ഷെ അത് ചോദിക്കാൻ ഞാൻ ചെല്ലുന്നത് ശരിയല്ല എന്ന് പറയട്ടോ. അപ്പൊ ഇത് കേട്ടിട്ടാണ് മനഃപൂർവ്വം ദയോട് ഞാൻ ബിസിനസിന്റെ കാര്യം പറഞ്ഞതാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ടാണ് ദയ വരുന്നത്. ആഹാ, നിങ്ങൾ വരാതിരുന്നത് നന്നായി, നിങ്ങൾ അങ്ങനെ തന്നെ മനുഷ്യ, മറ്റുള്ളവർ കൈയിട്ടെടുക്കും, നിങ്ങൾക്കത് അറിയില്ല. എന്നാൽ ഇവിടെ ഇപ്പോ ഞാനത് ചോദിച്ചു, നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മുഖത്തടിച്ച് പറയേണ്ടതൊക്കെ പറയാൻ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പൊ വാസന്തി, നീ എന്ത് പറഞ്ഞിട്ട് എന്താ, നിനക്കിപ്പോ കന്യാശ്ശേരി മനയിൽ നിന്ന് ഒന്നും കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും വാസന്തിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ എടിയടി നീ നിർത്തുമെന്ന് പറയാം. അങ്ങനെ ദയ അത് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴേക്കും വാസന്തി പറയണേ, നിന്റെ ഈ ഇരിക്കുന്ന ഭർത്താവിന് എന്താടി നിന്റെ ഭർത്ത വീട്ടിൽ നിന്ന് കിട്ടിയത്, അതിനച്ഛൻ ഞങ്ങൾക്ക് എന്താ തന്നിട്ടുള്ളത് എന്ന് തിരിച്ചും ചോദിക്കാണ്. അപ്പൊ അത് കേട്ട ഉടനെ തന്നെ, ഈ ഒരു വാക്ക് കേട്ട ഉടനെ തന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ ഇങ്ങനെ വാസന്തി പറയണേ, അതിനച്ഛൻ എന്താ തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണേ, നീ ഇത്രയും കാലം ഇവിടെ തീറ്റിപ്പോറ്റി ഉണ്ടാക്കി, കല്യാണം കഴിക്കും അത്യാവശ്യം ഇവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടുതൽ എനിക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ. അപ്പൊ ധനം പറയണം, ഞങ്ങൾക്ക് യോഗ്യത അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ദയ അങ്ങനെയില്ലല്ലോ, ദയ അത്യാവശ്യം യോഗ്യതയുള്ള പെണ്ണല്ലേ, ശബരിയോ അതെ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്വത്തുക്കളൊക്കെ ഇവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്, ഇല്ലെങ്കിൽ ആ രഘു അമ്പിളി അങ്ങ് അടിച്ചു മാറ്റുമെന്ന് പറയാനിട്ടാ. അപ്പത്ത് കേൾക്കുന്ന രാമനാഥൻ അങ്ങ് ഇഷ്ടപ്പെടില്ല. പിന്നീട് ദയ അവിടെ നിന്ന് പോകുന്നുണ്ട്. ദയാകത്ത് ചെല്ലുമ്പോ ഇവിടെ തന്നെ, എന്താ ഹനിതേ, നീ ഞങ്ങൾക്ക് ചായ തരില്ല എന്ന് പറഞ്ഞ് ഇന്ന് ചായ ഞങ്ങൾക്ക് ഇട്ടുകൊണ്ടുവന്നത്, അതൊക്കെ ഇപ്പൊ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു തുടങ്ങിയില്ലേ, പഴയ കെട്ടിലമ്മയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഇപ്പൊ കെട്ടിലമ്മയല്ല എന്നുള്ളത് ആയി തുടങ്ങിയില്ലേ, പണമില്ലാത്ത എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പൊ അനിത പറയണേ, ഇവിടെ ചായ ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നതിമേ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വാസന്തിയോട് പറയാം. അപ്പോൾ ഉടൻ തന്നെ, എൻ്റെ അനിതേച്ചി നിങ്ങളോടല്ല അത് പറഞ്ഞത്, എന്നോടാണത് പറഞ്ഞത്, എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ദയ പറയണം. ഞാൻ നിന്നോട് തന്നെയാണ് പറയുന്നത്, നീ നിന്റെ അച്ഛന്റെ സ്വത്ത് മുതലും മേടിച്ച നിനക്ക് നന്ദി, എനിക്ക് ആവശ്യമൊന്നുമില്ല എന്ന് പറയട്ടെ. ഞാൻ എൻ്റെ അച്ഛന്റെ ഈ പറയുന്ന സ്വത്തിൽ നിന്ന് ഞാൻ കൈവച്ചിട്ടുണ്ട്, 20 ലക്ഷം രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറയട്ടെ. അപ്പൊ അത് കേട്ട ഉടനെ തന്നെ, എന്തുണ്ട് നീ 20 ലക്ഷം രൂപ വാങ്ങിയത്, അത് നിന്റെ അച്ഛന്റെ പൈസ അല്ല, എൻ്റെ ശബരിയുടെ പൈസയാണ്. പണ്ടെങ്ങാനും ആരോ ഒരുത്തന്റെ കൂടെ പോയിട്ട് അവനുമായി ഉണ്ടാക്കിയ ആ കേസിലുണ്ടായ 20 ലക്ഷമാണ്, അല്ലാതെയും കണ്ടിട്ട് ഈ പറയുന്ന അനന്തമാഷിന്റെ പൈസ അല്ല എന്ന് പറയട്ടെ. അപ്പൊ അവിടെയും ഒരു പ്രശ്നം വരികയാണ്. എന്നാൽ ഈ സമയം ദയ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ സ്വത്തിലും മുതലിലും എനിക്കൊരു അവകാശം ഞാൻ വാങ്ങും, എൻ്റെ അമ്മയുടെ അവകാശം ഞങ്ങൾ മേടിച്ചെടുക്കുക തന്നെ ചെയ്യും, അത് നോക്കിക്കോ. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞിനെ കെട്ടിക്കാനാവുമ്പോഴേക്കും അത് കിട്ടുന്നുണ്ടാവുക എന്ന് പറയട്ടാ. അപ്പൊ അത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കാണ് ദയൊക്കെ. എന്നിട്ട് ദയ പറയണേ, ഇനി മേലിൽ ഇതിവിടെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറഞ്ഞ് ദയയും പോകുന്നു കേട്ടോ. പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത്, ഡിസ്ചാർജ് ആക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് മഞ്ചാടിയെ കൊണ്ടുപോകാൻ ജീവരാജിന്റെ അച്ഛൻ വരുന്നത്. അപ്പൊ അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മക്ക് നല്ല ശ്വാസം മുട്ടലാണ്, മോൾ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാനാണ് വന്നത്, കാരണം അമ്മക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട്, മോൾ എന്തായാലും മോൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ അനുഭവം പറയാം, ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവളെ എന്ന് പറയട്ടോ.
അപ്പോഴേക്കും മഞ്ചാടി പറയണേ ഞാനൊന്നും പോകുന്നില്ല, കാരണം എനിക്കെൻ്റെ അമ്മയെ നോക്കണം. ജീവരാജിൻ്റെ അമ്മയുടെ പ്രശ്നം എന്ന് പറയുന്നത് മകൻ നഷ്ടപ്പെട്ട വേദനയാണ്. ആ വേദന ഞാനിലൂടെ മാറ്റാനേ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജീവരാജിൻ്റെ അമ്മക്ക് അസുഖം എന്ന് പറയുന്ന മാറാരോഗമൊന്നും ഇല്ലല്ലോ, ശ്വാസം മുട്ടലല്ലേ. ജീവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഇങ്ങനെ അസുഖം ഉണ്ട് അമ്മക്ക്, ഇങ്ങനെ അലർജിയുടെ പ്രശ്നം, അത് ഞാൻ നോക്കിയാൽ മാറും, അമ്മയുടെ ടെൻഷൻ ഞാൻ കുറച്ച് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ. അങ്ങനെ മഞ്ചാടി അങ്ങോട്ടേക്ക് പോകാനുള്ള തീരുമാനമാകുമ്പോൾ അനുഭവം പറയണേ എനിക്ക് എതിർക്കാൻ പറ്റില്ല. അച്ഛൻ നിന്റെ സന്തോഷവും സുഖം എന്താണോ അതിനനുസരിച്ച് വിട്ടു തരാനാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, അതിനനുസരിച്ച് ഞാനും ചെയ്യുന്നു എന്ന് അനുപമയും പറയുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ അമ്പിളിയാണ് കാണിക്കുന്നത്. അമ്പിളി പാർവതി കുഞ്ഞമ്മയോട് പറയണം ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ്, ആ മാർഗവും അടഞ്ഞു, ഞാനും രഘുവേട്ടനും ഒരു കരക്കെത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല കുഞ്ഞമ്മേ. അതുകൊണ്ടാണ് അമ്മയുടെ അവകാശം ചോദിച്ചു വന്നത്. അമ്മയുടെ മക്കളിൽ ഏറ്റവും ദുരിതം പിടിച്ച ജീവിതം എനിക്കാണ് എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയുമ്പോൾ, മോളെ നീയാണ് എൻ്റെ ലക്ഷ്മിയുടെ മൂത്ത മകൾ, അതുകൊണ്ട് നീ നല്ല നിലയ്ക്ക് എത്തണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മോളെ ഈ കേസിന് വഴക്കിനൊന്നും പോകണ്ട. അപ്പൊ കേസിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും കുഞ്ഞമ്മ ഇങ്ങനെ മൂക്കിൽ പല്ല് മുളച്ചിട്ടേ കിട്ടത്തുള്ളൂ എന്നുള്ള ആ ചൊല്ലു പോലെ തന്നെ ആവൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയണേ അതൊന്നും പറയാൻ പറ്റത്തില്ല, ബാധിക്കുന്ന കേസിനനുസരിച്ചിരിക്കും, ഇങ്ങനെയുള്ള നല്ല വക്കീൽമാരെ വെച്ച് കിട്ടുമെന്ന് പറയണട്ടോ. അപ്പൊ അത് കേട്ട അമ്പിളി പറയണ അയ്യോ അതിനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ, നല്ല വക്കീല് വെച്ച് വാദിക്കാനുള്ള പൈസ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നീ പോണ്ടെന്ന് പറയുന്നത്. കേസ് വേണ്ടവർ നടത്തിക്കോട്ടെ, ബാക്കിയുള്ളവർ നടത്തിക്കോട്ടെ, നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. അങ്ങനെ ഞാനൊരു വീട്ടിന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഈ അവകാശം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് മാത്രം അതിൽ അവകാശം തരില്ല എന്ന് ചോദിക്കും. അമ്മയുടെ അവകാശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് പറയട്ടോ. ഈ സമയം അമ്പിളിയാണെങ്കിലോ എന്നാ ശരി കുഞ്ഞമ്മേ, മോളെ നിന്നെ ഞാൻ സഹായിച്ചോളാം, ഞാൻ നിനക്ക് രഘുവിനെ നല്ല നിലക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും പണമൊക്കെ ഞാൻ നിനക്ക് ആരും അറിയാതെ തരാന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നീട് പറയുന്നുണ്ട് അമ്മയുടെ സ്വർണം ഞങ്ങൾക്ക് പണയം വെച്ച് ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹം, അത് നടക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്നോടല്ല, നിങ്ങൾ എൻ്റെ അമ്മയോട് ഇതുപോലെ ചെറിയച്ഛനോടൊക്കെ ചോദിച്ചാൽ മതി എന്ന് പറയണേ. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ സ്വർണം കിട്ടിയത് അതിപ്പോൾ ഒരാളോട് പണയം വെക്കാൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ അച്ഛൻ്റെ ഒരു തീരുമാനങ്ങളാണ്, അച്ഛൻ അങ്ങനെയൊക്കെ ഒരു നൂലാമേല ഇവിടുന്ന് കിട്ടിയ സ്വർണ്ണമല്ലേ, അപ്പൊ അച്ഛനത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയട്ടോ. ഇതേസമയം തമ്പായിയുടെ ആ വക്കീലിനെ കൊണ്ടുപോയി കാണിച്ചിരിക്കുകയാണ്. അപ്പൊ മാഷ് പറയണ ഇനിയിപ്പോ അയാൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് വാദിക്കാൻ പോയാലും കിട്ടത്തില്ല. അതല്ല ഇപ്പൊ പറഞ്ഞത് നിങ്ങളോട് ആ മൂർത്തി വക്കീല് പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളിപ്പോ കേസിന് പോയാലും തോൽക്കത്തേ ഉള്ളൂ എന്ന്. ഒരു കേസിനൊക്കെ പോകുമ്പോൾ ജയിക്കും എന്നുള്ളിടത്ത് പൈസ ചെലവാക്കാൻ പാടുള്ളൂ, അല്ലാതെ ജയിക്കാത്ത കാര്യത്തിന് വെറുതെ കേസിനൊന്നും പോവാൻ നിൽക്കണ്ടെന്ന് തമ്പായി പറയാനിട്ടാ. അപ്പൊ ഈ സമയം മാഷ് പറയാം അതെങ്ങനെ എന്റെ ലക്ഷ്മി എനിക്കിടെ സ്വത്തും മുതലൊന്നും എനിക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നീട് ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് കന്യാശ്ശേരിയിലെ മകളാണ് എൻ്റെ ലക്ഷ്മി എന്നുള്ളത് സ്ഥാപിച്ചെടുക്കേണ്ടത് എന്റെയും കൂടി ഒരു അവകാശമല്ല, എല്ലാവരും കൂടി അത് അറിയണമല്ലോ, കാരണം അവൾ ആരുമില്ലാതെ ആയി പോവില്ല ഇവിടുന്ന് അവകാശം കിട്ടിയില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഈ ഒരു ചീത്ത പ്രവർത്തിക്ക് ഞാൻ വന്നത്, ഈ അവകാശത്തിന് വേണ്ടി വന്നത്. അപ്പോൾ ഉടനെ അമ്പായി പറയണേ നിങ്ങൾ കേസ് ആണെങ്കിൽ വക്കീലുമായി മുന്നോട്ട് പോയിക്കോളൂ, പക്ഷെ അത് മൂർത്തി വക്കീലുള്ള മധ്യസ്ഥയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ രഘുവിന് വലിയ ഇതൊന്നും തോന്നുന്നില്ല. അപ്പോഴാണ് അമ്പിളി അങ്ങോട്ടേക്ക് വരുന്നത്, അമ്പിളിയും ഈ പറയുന്ന പാർവതിയും വരുന്നുണ്ട്. പാർവതിയെ ചോദിക്കണം എന്തായി പോയ കാര്യം. അപ്പോഴേക്കും ചെറിയച്ഛൻ പറയണം അത് വേണ്ട, തമ്പായി പറയണേ അത് വേണ്ടപ്പോ ഇനി ചോദിക്കേണ്ട, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയണം. അപ്പൊ ഞാനിന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ചെറിയച്ഛൻ പോവാൻ ഒരുങ്ങുമ്പോഴേക്കും കൂടെ തന്നെ മാഷ് അയ്യോ തമ്പായി ഒന്ന് അവിടെ നിന്നെ എന്താന്ന് ചോദിക്കാൻ കേട്ടോ. അത് ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു, ഇവിടെ നിന്ന് കിട്ടിയ സ്വർണ്ണം ഉണ്ടല്ലോ ആ സ്വർണം പണയം വെക്കാൻ കൊണ്ടുപോവാണ്. അത് കേട്ടോട് തന്നെ തമ്പായി പറയണ അയ്യോ പൂർവികന്മാരായിട്ട് പാരമ്പര്യമായി കൈമാറുന്ന സ്ത്രീകളുടെ സ്വർണമാണിത്, അതൊന്ന് ഉരച്ചു നോക്കുകയോ അതൊന്ന് പണയം വെക്കുകയോ അതൊന്ന് വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കുടുംബം തന്നെ പിന്നീട് മുടിഞ്ഞു പോകുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് അതിന് നിൽക്കണ്ട, മൂർത്തികൾ അത് ക്ഷമിക്കില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന മാഷൊന്ന് ഞെട്ടി നിൽക്കാണ്. അങ്ങനെ അമ്പിളി ആകെ നിരാശയോടുകൂടി നിൽക്കാണ്. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ദാസ് ഗോകുലുമായി കണ്ടിരിക്കുകയാണ്. അപ്പൊ ദാസിനോട് ചോദിക്കുന്നുണ്ട് ഗോകുലി എന്തിനാണ് ഇപ്പൊ എന്നെ കാണാൻ വന്നത്, ഇതിപ്പോ ഇനി വേറെ ആർക്കെങ്കിലും അറിയോ, ആകെ അറിയാവുന്ന ഒരേ ഒരാള് അത് വിനയനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോ ഗോകുൽ എന്നെ ഞെട്ടിപ്പോവാണ്. ഈ ഒരു സീനാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.